നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇത്തവണ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടാവില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. മറ്റു ചടങ്ങുകളും സാധാരണ പോലെ നടക്കും. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. മുണ്ടത്തിക്കോട് സ്ഫോടനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം. മുണ്ടത്തിക്കോട് ദുരന്തം അപകടം ചൂട് കാരണമാകാൻ സാധ്യതയില്ല എന്ന് പെസോ. പുല്ലാനിക്കാട് അയ്യംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 23 വ്യാഴാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇത്തവണ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടാവില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. മറ്റു ചടങ്ങുകളും സാധാരണ പോലെ നടക്കും. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തൃശൂർ പൂരം ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്തും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്താൻ തീരുമാനിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത പൂരം ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ആചാരങ്ങളിൽ ഒതുക്കി തൃശൂർ പൂരം നടത്താമെന്ന് യോഗത്തിൽ പങ്കെടുത്ത പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് ഇരു ദേവസ്വങ്ങളും ഒഴിവാക്കും. കുടമാറ്റം ഏകദേശം 15 മിനിറ്റ് മാത്രമായി ചുരുക്കുമെന്നും ഘടകപൂരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കാതെ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുമെന്നും ഇരു ദേവസ്വങ്ങളുടെയും ഭാരവാഹികൾ അറിയിച്ചു. പൂരം നടത്തിപ്പിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സുരക്ഷയ്ക്കായി 350 CCTV ക്യാമറകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുമെന്നും വനിതാ പോലീസ് സേനയെയും പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് വിന്യസിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. നാട്ടാന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി വനം മൃഗസംരക്ഷണ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ആനകളുടെ വിന്യാസം, എഴുന്നള്ളിപ്പിന്റെ ക്രമീകരണങ്ങൾ എന്നിവയിൽ മുൻകരുതലുകൾ എടുക്കും. ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പൂരത്തിന് വരുന്നവർ അതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം. കുടിവെള്ളം, തൊപ്പി, കുട എന്നിവ കൈവശം കരുതണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവമ്പാടി ദേവസ്വം ഇന്ന് കാലത്ത് കൂടിയ മീറ്റിങ്ങിലും ഇന്നലെ ഭരണസമിതി കൂടിയ മീറ്റിങ്ങിലും വളരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. 24-ാം തീയതി വരെ ഉദ്ഘാടനമായിട്ട് നമ്മുടെ ഗോപുരത്തിലെ ലൈറ്റുകളോ പന്തലിലെ ലൈറ്റുകളോ നമ്മൾ സ്ട്രീറ്റിലിട്ടിട്ടുള്ള നമ്മുടെ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളോ ഒന്നും തന്നെ നമ്മൾ എടുത്തില്ല. ഒരു 24-ാം തീയതി വരെ നമ്മളൊരു ദുഃഖാചരണമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ പറയെടുപ്പ്, ഗൃഹങ്ങളിലേക്ക് ഭഗവതി പോയിട്ടുള്ള പറയെടുപ്പ് നമ്മൾ നടത്തും. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25-ാം തീയതി ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ 25-ാം തീയതി തേക്കിൻകാട് മൈതാനിയിൽ നമ്മുടെ ആനകളെയെല്ലാം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകളെല്ലാം നിരത്തി അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ദർശനം നമ്മളവിടെ നടത്തും. അതിനുശേഷം എല്ലാം ആചാരപ്രകാരമല്ല, അതൊരു ആചാരമല്ല. അതിനുശേഷം കാലത്ത് 26-ാം തീയതി കാലത്തെ മഠത്തിലേക്കുള്ള വരവ് മുതൽ 27-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെടിക്കെട്ടില്ലാതെ വളരെ ഭംഗിയായി ഇവിടെ ഈ മീറ്റിങ്ങിലെടുത്ത തീരുമാനപ്രകാരം കുടമാറ്റവും അതിൻ്റേതായ ചെറിയ രൂപത്തിലും അതേപോലെ തന്നെ വെടിക്കെട്ടിന് പകരം നമ്മൾ കഠിന വെച്ചുകൊണ്ടും ചെറിയ 4-5 കഠിന വെച്ചുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആചാരപരമായി കൊടിയേറ്റം ചെയ്തതിനാൽ ഭഗവതിയുടെ അവിടെ കൊടിയേറിയതിനാൽ ഇനി ആ കൊടി ഇറക്കി 27-ാം തീയതി ഉത്തരവിളക്കോടുകൂടി കൊടി ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ ആ ഭംഗിയോടുകൂടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റും മറ്റിതര നമ്മുടെ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെ അവർ പറയുന്ന കാര്യങ്ങളിലും സഹകരിച്ച് നമ്മൾ തിരുവമ്പാടി ദേവസ്വം ഘടകപൂരങ്ങളുടെയും എല്ലാവരുടെയും വാക്കുകൾ മാനിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കും. ഞങ്ങളുടെ കുട്ടികളാണ് ഇതിൽ കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നാൽ
നമ്മുടെ പൂരത്തിൻ്റെ ഇതുവരെയുള്ള എടുത്തുള്ള തീരുമാനങ്ങളിൽ നിന്നും വ്യതിയാനം സംഭവിക്കും. അത് മറ്റുള്ളവർക്ക് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ദുഃഖമെല്ലാം ഞങ്ങൾ കടിച്ചമർത്തി പൊതുജനങ്ങളുടെ വികാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊപ്പം നിൽക്കുന്നു. ഓരോ കഥിനെയും ഓരോ കുട്ടിക്കും കുടമാറ്റത്തിന് അത് കൺട്രോൾ ചെയ്ത് കുടമാറ്റം അതാണ് ആന എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞ ആചാരത്തിൻ്റെ ഭാഗം. അത് ഓരോ ക്ഷേത്രവും നിശ്ചിത ആനപ്പുറത്താണ് ഈ പാർമേക്കാൻ പോകുന്നത്. ഉച്ചക്കത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനപ്പുറത്താണ്. അതങ്ങനെയാണ്. അതിനൊന്നും യാതൊരു ഇതുമില്ല. അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗം. ഇത്രയൊക്കെ അതുപോലെ തന്നെ നടക്കും. സമയത്തിനൊന്നും വ്യത്യാസം. സമയത്തിനൊന്നും സമയം ആർഭാടമായിട്ടൊരു ഇനോഗ്രേഷനോ പറ്റിയൊരു ഫെസിലിറ്റി ഉണ്ടായിട്ട്. പക്ഷേ ഇത് സമയം എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തിയാണ്. നാളെ മുതൽ ഇതിൽ ആരംഭിക്കും. നാളെ 10 മണിക്ക് ആരംഭിക്കും. അല്ല, ആദ്യം തന്നെ നമ്മൾ പ്രധാനമായ നമ്മൾ ഇതിലേക്ക് പോകുകയും ഇത് വെറും ആചാരങ്ങൾ മാത്രമാക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതിനോട് ദേവസ്വം ആർഭാടം, ഈ പൂരത്തിൻ്റെ ആർഭാടങ്ങളാണ് വെടിക്കെട്ട് കുടമാറ്റം. വെടിക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കുടകളുടെ എണ്ണം സർക്കാരിൻ്റെ ഭാഗത്ത് നിർദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ ആർഭാടങ്ങൾ എന്തായാലും അതും കുറച്ച് ആലോചിച്ച് കുറയ്ക്കണം. സംയുക്തമായിട്ടാണ്. അതിൽ ഒരു പാർട്ടിക്കും ഇന്നലെ പാർലമെന്റ് യോഗത്തിൽ പൊതുവികാർ കയറുന്നത് ഈ വെടിക്കെട്ട് നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു. അത് എല്ലാം അറിയിച്ചു അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ അത് ഡിസ്ട്രോയ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതെന്ന് ജില്ലാ ഭരണകൂടത്തോട് ചോദിക്കുമ്പോൾ മന്ത്രിമാരോട് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരവ് അങ്ങനെ ഉണ്ടാവുക. ഈ കുടമാറ്റം കുറയ്ക്കുമെന്ന് പറയുമ്പോൾ സമയം കുറയ്ക്കുമെന്ന് പറയുമ്പോൾ എത്ര സെറ്റുകൾ അങ്ങനെ ഒരു 15 സെറ്റ് 15 മിനിറ്റ് അറൗണ്ട് 15 മിനിറ്റ് 15 സെറ്റ് കുടകളാണ്. അത് സാധാരണ കുടകളായിരിക്കും. ഈ പന്തലുകളുടെ ദീപാലങ്കാരം സ്പെഷ്യൽ കുടകളൊക്കെ ഉള്ളത് പാർമേക്കാവിൻ്റെ മുമ്പിൽ ചിലപ്പോൾ മാറ്റി. അത് കുടമാറ്റത്തിൻ്റെ ഭാഗമല്ല, അത് വെറും ഡിസ്പ്ലേ മാത്രമേ. അത് ഉച്ചയ്ക്കും രാത്രി നമുക്ക് LED കുറേ ഉണ്ടാക്കി വെച്ചിരിക്കും. അത് പകരം കാണിക്കാൻ പറ്റാതെ ചിലപ്പോൾ രാത്രി രാഴ്ചയുടെ പന്തലുകളുടെ ദീപാലങ്കാരം 3 ദിവസത്തെ പരിശോധന കഴിഞ്ഞ് മുണ്ടത്തിക്കോട് സ്ഫോടനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം. റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ അടിയന്തര സഹായം എന്ന നിലയിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകും. പരിക്കേറ്റവർക്ക് അനുവദനീയമായ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി 2 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്നതിന്റെ പൂർണ്ണമായ ചെലവ് കേരള സർക്കാർ ഏറ്റെടുക്കും. ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവരികയാണെങ്കിൽ പൂർണ്ണമായ ചിലവും CMDRFൽ നിന്നും നൽകും. തിരച്ചിലും ചികിത്സയും നടപ്പിലാക്കാൻ പ്രദേശത്തെ മതിലുകൾ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ചിലവാകുന്ന തുക ജില്ലാ കളക്ടർ നൽകുന്ന പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകും. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തോത് കണക്കാക്കി കളക്ടറോട് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതാണ്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CM രാമചന്ദ്രൻ നായരായിരിക്കും അന്വേഷണ ചുമതല. മൃതശരീരങ്ങൾ സംസ്കരിക്കാനും DNA സാമ്പിളുകൾ ശേഖരിക്കാനും വേണ്ടി
സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അടിയന്തരമായി പുറത്തിറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ചിന്നിച്ചിതറിയ മൃതദേഹ ഭാഗങ്ങളാണ് ലഭിക്കുന്നത്. DNA സാമ്പിളുകൾ പരിശോധിച്ചാലേ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തിരച്ചിൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. 3 കെഡാവർ നായകളെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. അപകട സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുള്ളവർ വീട്ടിലേക്ക് എത്താത്തതോ കാണാതാവുകയോ ബന്ധപ്പെടാൻ സാധിക്കാതെയോ ഉണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ അറിയിച്ചിട്ടുള്ള കൺട്രോൾ റൂമുകളിൽ വിളിക്കേണ്ടതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉറപ്പാക്കാൻ സഹകരണം, ദേവസ്വം, തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പോലീസ്, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, ഫോറൻസിക് വിദഗ്ധർ, പെസോ ടീം, സ്കൂബ ടീം എന്നിവർ ചേർന്ന് ഒരു ടീമായി പരിശോധന നടത്തുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളുമായി യോഗം ചേർന്ന് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തീരുമാനിക്കുമെന്നുമാണ് മന്ത്രി അറിയിച്ചത്. മുണ്ടത്തിക്കോട് ദുരന്തം അപകടം ചൂട് കാരണമാകാൻ സാധ്യതയില്ലെന്ന് പെസോ. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചതുകൊണ്ട് മാത്രം സ്ഫോടക വസ്തുക്കൾ തനിയെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകൾ ഊർജിതമാക്കി. സ്ഫോടനം നടന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പാലക്കാട് പടക്ക നിർമ്മാണശാലയ്ക്ക് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വത്തിനു വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്നത് ഇവിടെയായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ കാണാതായ തൃശൂർ സ്വദേശി ഗിരിയുടെ അമ്മ മരിച്ചു. 74 വയസ്സുള്ള ഗൌരിയാണ് മരിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വെടിക്കെട്ട് അപകടം നടന്നതിന്റെ തലേദിവസമാണ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വന്നത്. ഗിരിയെ കാണാതായതിനാൽ മാനസിക വിഷമത്തിലായിരുന്നു. പരേതനായ മോഹനനാണ് ഭർത്താവ്. ഏപ്രിൽ 21 3 മണിയോടെ തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പ്രവീൺ കൂടി മരിച്ചതോടെ മരണസംഖ്യ 14 ഉയർന്നു. 13 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 5 പേർ ഗുരുതരാവസ്ഥയിലാണ്. 2 പേർ വെന്റിലേറ്ററിലാണ്. ഒരാൾക്ക് ഇപ്പോൾ അടിയന്തര സർജറി കഴിഞ്ഞിട്ടുണ്ട്. 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 10 പേർ സുരക്ഷിതരായി വീട്ടിലെ എത്തിയെന്നാണ് ജില്ലാ കളക്ടർ നൽകുന്ന വിവരം. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374. മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആനപ്രേമികൾക്കും ആന ആസ്വാദകർക്കുമായി ബിനി ഹെറിറ്റേജ് ഹാളിൽ ഒരുക്കിയ ആന ഫോട്ടോ പ്രദർശനം ജനങ്ങളെ ആകർഷിക്കുന്നു. ധാരാളം ആരാധകരുള്ള പ്രശസ്തരായ ആനകളുടെയും മൺമറഞ്ഞ ഗജവീരന്മാരുടേതുമടക്കം ഒട്ടേറെ ആനപ്പടങ്ങൾ പ്രദർശനത്തിലുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ഗജവീരന്മാരുടെയും തലയെടുപ്പുള്ള ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. തൃശൂർ പൂരത്തിലെ വിവിധ ചടങ്ങുകളുടെ ആൽബങ്ങൾ, ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ്, കുടമാറ്റം, ആനപരിശോധന, വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്, ആറാട്ടുപുഴ പൂരം, ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ചടങ്ങ്, ആനക്കോട്ടയിലെ ചിത്രങ്ങൾ, ആനക്കുളി, അതിരപ്പള്ളി ഷോളയാർ പ്രദേശത്ത് നിന്ന് പകർത്തിയ കാട്ടാന ചിത്രങ്ങൾ എന്നിവയെല്ലാം പ്രദർശനത്തിലുണ്ട്. ആനയെ തിരിച്ചറിയൽ പ്രവചനം എന്നീ മത്സരങ്ങളും സമ്മാനങ്ങളുമുണ്ട്. പുല്ലാനിക്കോട് അയ്യംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, നിറമാല എന്നീ ചടങ്ങുകൾക്കു ശേഷം അധിവാസം വിടർത്തി പൂജ, കലശാഭിഷേകം, എതിർത്ത് പൂജ എന്നീ ചടങ്ങുകളും നടന്നു. ആനയൂട്ട്, ഉഷപൂജ, പുല്ലാനിക്കാട് കോതറ ദേശക്കാരുടെ കാവടി എന്നിവ ഉണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് പൂരമെഴുന്നള്ളിപ്പ്, രാത്രിയിൽ പകൽപൂരം സമാപിച്ചു. 8 മണിക്ക് അത്താഴപൂജ, കേളി, പറ്റ്, തായമ്പക എന്നിവ അരങ്ങേറും. രാത്രി 12 മണിക്ക് പുല്ലാനിക്കാട് പടിഞ്ഞാറ് ദേശക്കാവടിയോടുകൂടി പൂരം എഴുന്നള്ളിപ്പ് നടത്തും. പിന്നീട് ആറാട്ടിനു ശേഷം നടയടയ്ക്കും. വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനി ഡാമിലേക്കുള്ള പ്രധാന പാതയിൽ ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം. ഒറ്റക്കൊമ്പന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഡാമിലേക്കുള്ള പ്രധാന പാതയോട് ചേർന്നുള്ള കാർ പാർക്കിംഗ് സ്ഥലത്ത് നായ്ക്കൂട്ടങ്ങളുടെ ആക്രോശം കൊണ്ടുള്ള കുരച്ചുചാട്ടത്തിൽ ഭയന്ന ഒറ്റക്കൊമ്പൻ ഡാമിലേക്കുള്ള പ്രധാന കവാടത്തിന് സമീപമുള്ള മതിൽ പൊളിച്ച് ഡാമിനകത്തേക്ക് കടന്നു. മറുകരയിൽ സുരക്ഷിതത്വത്തിനായി മതിൽ സ്ഥാപിച്ചത് സാമൂഹ്യ വിരുദ്ധർ തകർത്തത് കാട്ടാനകളുടെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തിന് വഴിയായി. പുലർക്കാലങ്ങളിലുള്ള പ്രഭാത സവാരിക്കാരും രാവിലെ ജോലിക്കും മറ്റുമായി ആദ്യത്തെ ബസ്സിനായി പോകുന്നവരും പുലർച്ചെയുള്ള ഒറ്റക്കൊമ്പന്റെ റോഡിലൂടെയുള്ള സഞ്ചാരം ഭയവും ആശങ്കയും കലർന്നതാണ്. ഡാമിന് സമീപത്ത് കടകമ്പോളങ്ങളും ഹോട്ടലുകളും ചെറുകിട ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട്. പൊതുവെ കാട്ടാനപ്പേടി ഈ മേഖലയിൽ ഉണ്ടെങ്കിലും പ്രധാന പാതയിലൂടെയുള്ള ഒറ്റക്കൊമ്പന്റെ സഞ്ചാരം പരിസരവാസികളിൽ ഭീതി പരത്തിയിരിക്കുകയാണ്. പിച്ച് NDPS നിയമപ്രകാരം 3 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ അഭിനവിനെ അറസ്റ്റ് ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിലാക്കും. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി സ്റ്റേഷൻ പരിധിയിൽ
കുന്നപ്പിള്ളി പനങ്ങാടൻ വീട്ടിൽ അഭിനവ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. നിരവധി തവണ അറസ്റ്റിലാകുന്നവരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്ന നിയമമാണ് പിച്ച് NDPS നിയമം. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി വരെയും, സാധാരണയിൽ വിട്ട് 4 മുതൽ 5 ഡിഗ്രി വരെ സെൽഷ്യസ് കൂടുതൽ ചൂടിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ചുവന്നമണ്ണ് സെന്റ് ജോർജസ് ദേവാലയത്തിൽ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ചുവന്നമണ്ണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 21, 22, 23 തീയതികളിൽ നടത്തി. പൂവഞ്ചിറ കുരിശുപള്ളിയിൽ നടത്തിയ പെരുന്നാൾ ചടങ്ങുകൾക്ക് ഫാദർ ജിബിൻ ജെയിംസ്, ചുവന്നമണ്ണ് പള്ളിയിൽ നടത്തിയ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്ദ്യ ഡോക്ടർ സക്കറിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത, ഫാദർ ബെന്നി ഡേവിഡ്, ഫാദർ ജോമി ജോർജ് എന്നിവരും നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ നിജിൽ ജേക്കബ് വർഗീസ്, ഫാദർ ജോർജ് മറ്റം, പെരുന്നാൾ ജനറൽ കൺവീനർ KP ഔസേബ് കാവനാക്കുടിയിൽ, ഇടവക ട്രസ്റ്റി ബിനോയ് മേക്കാട്ടിൽ, സെക്രട്ടറി സനോജ് അമ്പഴച്ചാലിൽ എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 25 വൈകുന്നേരം 7 മണിക്ക് കൊച്ചിൻ ഹാർമണി ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോ ഉണ്ടായിരിക്കും. പരിശ്രമിച്ചതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും രണ്ട് ലോകമെന്നേക്കും ശരീരപ്പെടുമാറാകണമേ. തൃശൂർ വെടിക്കെട്ട് ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് MA യൂസഫ് അലി മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷവും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി സാമ്പത്തിക സഹായം നൽകുമെന്നും അറിയിച്ചു. തുക തൃശൂർ ജില്ലാ കളക്ടർ മുഖേന വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കി. ദുരന്തബാധിതരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് മാസ് സെർച്ചിംഗുമായി പോലീസ് രാവിലെ തന്നെ ആദ്യം പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഡോഗ് സ്ക്വാഡ് അംഗങ്ങളുടെയും അഗ്നിരക്ഷാസേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ 4 മണിയോടെ 160 പേരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തി. മൃതദേഹ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിരുന്നു പരിശോധന. വ്യാഴാഴ്ച രാവിലെയും തിരച്ചിൽ നടത്തി. ഈ പരിശോധനയിൽ ശരീരഭാഗങ്ങളും പൊട്ടിത്തീർന്ന പടക്കത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. 4 കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് ഉച്ചകഴിഞ്ഞും ചതുപ്പിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് പോലീസ് നാട്ടുകാരുടെ സഹായവും തേടിയിരുന്നു. വടക്കാഞ്ചേരി മങ്കര വിനോദ മന്ദിരത്തിൽ പരേതനായ അറുമുഖൻ തമ്പിയുടെ ഭാര്യ ശ്രീമതി നിര്യാതയായി. 89 വയസ്സായിരുന്നു. വിനോദൻ, കുമാരി, സുധാകരൻ, സുരേഷ്, മുകേഷ് എന്നിവർ മക്കളും, പ്രീത, പരേതനായ ചന്ദ്രൻ, സ്മിത, അജിത, പ്രിയ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം നടത്തി. PG ഗവൺമെന്റ് സ്കൂൾ മുൻ അധ്യാപികയും ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗവുമായിരുന്ന KV ഭാനുമതി ടീച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ശ്രീദേവി, ശ്രീലത, ശ്രീമോൾ, ശ്രീകുമാർ എന്നിവർ മക്കളും, രാമൻ, രവികുമാർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇത്തവണ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടാവില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. മറ്റു ചടങ്ങുകളും സാധാരണ പോലെ നടക്കും. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം.
മുണ്ടത്തിക്കോട് സ്ഫോടനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം. മുണ്ടത്തിക്കോട് ദുരന്തം അപകടം ചൂട് കാരണമാകാൻ സാധ്യതയില്ല എന്ന് പെസോ. പുല്ലാനിക്കാട് അയ്യംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 23 വ്യാഴാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.